വിക്രമാദിത്യൻ ദേവലോകത്ത് പോയ ദിനങ്ങളിൽ രാജകാര്യങ്ങൾ നോക്കിയിരുന്നത് സഹോദരനായ ഭട്ടിയായിരുന്നു. ദേവലോകത്തു നിന്നും തിരിച്ചെത്തിയ വിക്രമാദിത്യനെ ഭട്ടിയും രാജപരിവാരങ്ങളും കൂടി സ്വീകരിച്ച് ആനയിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ദേവലോകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഭട്ടിക്ക് അതീവ താൽപ്പര്യമായിരുന്നു. ദേവേന്ദ്രൻ സമ്മാനമായി കൊടുത്ത സിംഹാസനം കൊട്ടാരത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തു തന്നെ പ്രതിഷ്ഠിച്ചു. അന്നു വൈകുന്നേരം അത്താഴത്തിനു ശേഷം വിക്രമാദിത്യൻ ഭട്ടിയോട് ദേവലോകത്ത് നടന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ പറഞ്ഞു. ദേവേന്ദ്രൻ വളരെ പ്രസന്നനായിരുന്നു എന്നും അദ്ദേഹം വിശിഷ്ട സിംഹാസനം സമ്മാനമായി തന്നത് കൂടാതെ 1000 വർഷം ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രാജ്യം ഭരിക്കാനുള്ള വരവും പ്രദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭട്ടി നിശബ്ദനായി പോയി. പിന്നെ അദ്ദേഹം ചോദിച്ചു, അപ്പോൾ എന്റെ കാര്യം എന്താവും? അങ്ങയുടെ കാലം മുഴുവൻ ഒരു സേവകനായി കൂടെ കഴിയണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പോഴാണ് വിക്രമാദിത്യൻ ഓർത്തത്, താൻ ഭട്ടിയെ മറന്നല്ലോ എന്ന്. വിക്രമാദിത്യന്റെ മുഖത്തെ ശോകം കണ്ട് ഭട്ടി സാന്ത്വനപ്പെടുത്തി. സാരമില്ല, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. രണ്ടുപേരും അവരവരുടെ ശയ്യാഗ്രഹത്തിലേക്ക് പോയി. പക്ഷേ രണ്ടുപേർക്കും ഉറക്കം വന്നില്ല. വിക്രമാദിത്യൻ ചിന്തിച്ചു, തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അനുജനെക്കുറിച്ച് ദേവേന്ദ്രനോട് സൂചിപ്പിക്കാമായിരുന്നു. വിക്രമാദിത്യനോടൊപ്പം തനിക്കും ജീവിക്കണമെന്ന് ഭട്ടി അതിയായി ആഗ്രഹിച്ചു. അദ്ദേഹത്തെ പിരിയുന്ന കാര്യം ഓർക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ആത്മബന്ധം ആയിരുന്നു അവർ തമ്മിൽ. എന്തു ചെയ്യണമെന്നറിയാതെ ഭട്ടി എഴുന്നേറ്റു പിന്നെ ഭദ്രാക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ഭട്ടി ധ്യാനിച്ചു. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കിത്തരാൻ ദേവിയോട് പ്രാർത്ഥിച്ചു. അധികം വൈകാതെ ദേവി പ്രത്യക്ഷയായി. മഹേശ്വരി, എന്നോട് കനിവ് ഉണ്ടാകണം. ജ്യേഷ്ഠൻ 1000 സംവത്സരങ്ങൾ ജീവിക്കാനുള്ള വരം ലഭിച്ചിരിക്കുന്നു. ഈയുള്ളവനും അല്പായുസ്സു മാത്രം. ജ്യേഷ്ഠന്റെ കാലം അത്രയും അദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് 2000 കൊല്ലം ജീവിക്കാനുള്ള വരദാനം നൽകണം. ഇത് കേട്ട് ദേവി പറഞ്ഞു, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അത് ചെയ്യാൻ തയ്യാറുണ്ടോ? എന്തും ചെയ്യാൻ ഭട്ടി ഉറപ്പു കൊടുത്തു. ദേവി പറഞ്ഞു, എങ്കിൽ പോയി വിക്രമാദിത്യന്റെ തലയെടുത്തു കൊണ്ടുവന്നു ബലിപീഠത്തിൽ വയ്ക്കുക. ഇതും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഭട്ടി കുഴഞ്ഞുപോയി. പിന്നെ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് നടന്നു. മുറിയിൽ പ്രവേശിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുണർത്തി ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടാൽ അത് ജ്യേഷ്ഠൻ തരുമോ? തീർച്ചയായും. വിക്രമാദിത്യൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ശിരസ് വേണം. ഭട്ടി പറഞ്ഞു. അത്ഭുതം ഊറുന്ന കണ്ണുകളോടെ വിക്രമാദിത്യൻ നോക്കി നിൽക്കെ ഭട്ടി എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം വിക്രമാദിത്യൻ കുനിഞ്ഞു നിന്നുകൊണ്ട് തന്റെ ശിരസ്സെടുത്തു കൊണ്ടുപോയി ബലിപീഠത്തിൽ വയ്ക്കുവാൻ പറഞ്ഞു. ഉടനെ തന്നെ ഭട്ടി തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് വിക്രമാദിത്യന്റെ ശിരച്ഛേദം ചെയ്ത ശേഷം ആ ശിരസും കൈയിലേന്തി ഭദ്രാക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിന് വെളിയിലുള്ള പീഠത്തിൽ വിക്രമാദിത്യന്റെ ശിരസ് വച്ചു. ഉടനെ ദേവി പ്രത്യക്ഷപ്പെടുകയും ഭട്ടിക്കു 2000 വർഷം ഭൂമിയിൽ ജീവിക്കാനുള്ള വരം പ്രദാനം ചെയ്യുകയും ചെയ്തു. ഇതു കേട്ട് ഭട്ടി പൊട്ടിച്ചിരിച്ചു. ദേവി ചോദിച്ചു, എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? ഭട്ടി പറഞ്ഞു, 1000 വർഷങ്ങൾ ജീവിക്കാനുള്ള വരം കിട്ടിയ തലയാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ ആയിരിക്കുമോ ഈ വരം എന്ന് എനിക്ക് ശങ്കയുണ്ട്. അതുകൊണ്ട് ചിരിച്ചു പോയതാണ്. ദേവി പറഞ്ഞു, സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ ഇരിക്കുന്ന ശക്തിയാണ് ഞാൻ. എന്റെ വാക്കുകൾ പാഴ്വാക്കാവില്ല. ഭട്ടി വീണ്ടും പറഞ്ഞു, മഹേശ്വരി, ജ്യേഷ്ഠൻ ഇല്ലാതെ എനിക്ക് ഈ ജീവിതം എന്തിന്? എന്റെ ജീവിതലക്ഷ്യം തന്നെ ജ്യേഷ്ഠനെ സേവിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഇല്ലാതെ എനിക്ക് ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ജ്യേഷ്ഠനെ പുനർജീവിപ്പിക്കുക. ഭട്ടിയുടെ കൗശലത്തിൽ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ദേവി തന്റെ കയ്യിലുള്ള തീർത്ഥ ജലപാത്രം ഭട്ടിക്കു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഉടലിൽ ശിരസ് വെച്ചുകൊണ്ട് ഈ തീർത്ഥജലം തളിക്കുക. വിക്രമാദിത്യൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരും. ഇതും പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്നും അപ്രത്യക്ഷമായി. തീർത്ഥജലവും വിക്രമാദിത്യന്റെ ശിരസ്സുമായി ഭട്ടി കൊട്ടാരത്തിലേക്ക് നടന്നു. അവിടെ എത്തിയ ശേഷം വിക്രമാദിത്യന്റെ ശരീരത്തിൽ ശിരസ് ചേർത്തുവെച്ചുകൊണ്ട് തീർത്ഥജലം തളിച്ചു. ഉറക്കത്തിൽ നിന്നും ഉണർന്നതുപോലെ വിക്രമാദിത്യൻ എഴുന്നേറ്റു. കാര്യങ്ങൾ എല്ലാം വിശദമായി തന്നെ ജ്യേഷ്ഠനോട് ഭട്ടി വിവരിച്ചു. വിക്രമാദിത്യൻ പറഞ്ഞു, നീ വലിയ പ്രയത്നമാണ് ചെയ്തത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ മരിച്ച ശേഷവും നീ 1000 വർഷം ഒറ്റയ്ക്ക് ജീവിക്കണമല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമം. ഭട്ടി അല്പനേരം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു, ഒരു പോംവഴിയുണ്ട്. 1000 വർഷം സുവർണ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രാജ്യഭരണം നടത്തുമെന്നാണല്ലോ ജ്യേഷ്ഠൻ ലഭിച്ച വരം. ആ കാലയളവിൽ തന്നെ പാതി സമയം സിംഹാസനത്തിൽ ഇരിക്കാതെ വനസഞ്ചാരം നടത്തി ജീവിച്ചാൽ 1000 വർഷം കൂടി ജീവിക്കാമല്ലോ.
വർഷത്തിൽ 6 മാസം സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രാജഭരണം നടത്തുക, ശേഷിച്ച 6 മാസം സിംഹാസനം വെടിഞ്ഞു മനസ്സഞ്ചാരം നടത്തുക. അതായത് കാടാറുമാസം നാടാറുമാസം എന്ന നിലയിൽ ജീവിച്ചാൽ 2000 വർഷം ജീവിക്കാമല്ലോ. അത് ശരിയാണെന്ന് വിക്രമാദിത്യന് ബോധ്യമായി. ഭട്ടിയുടെ ബുദ്ധിശക്തിയെ അദ്ദേഹം പ്രകീർത്തിച്ചു. കാടാറുമാസം നാടാറുമാസം എന്ന രീതിയിൽ ജീവിക്കാൻ വിക്രമാദിത്യൻ തീരുമാനിച്ചു. അങ്ങനെ കാട്ടിലും നാട്ടിലുമായി വിക്രമാദിത്യൻ 2000 സംവത്സരം ജീവിച്ചു. അദ്ദേഹം ഒരുപാട് സാഹസിക കൃത്യങ്ങൾ നിർവഹിച്ചു. അതുപോലെ മഹാനായ ഒരു രാജാവിന്റെ വിശേഷപ്പെട്ട ഈ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ഉള്ള യോഗ്യത അങ്ങേക്കുണ്ടോ എന്ന് നന്നായി ആലോചിക്കുക. അതിനുശേഷം മാത്രം അതിൽ കയറിയിരിക്കാൻ ഉള്ള ശ്രമം നടത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്നാം സാലഭഞ്ജിക കത്പറച്ചിൽ നിർത്തി. നേരം അപ്പോഴേക്കും സായാഹ്നമായി കഴിഞ്ഞിരുന്നു. അന്നത്തെ സിംഹാസനാരോഹണ ചടങ്ങ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഭോജരാജൻ സന്ധ്യാവന്ദനത്തിനും പ്രാർത്ഥനയ്ക്കുമായി മടങ്ങി. പിറ്റേന്ന് രാവിലെ സ്നാനജപാദികൾ കഴിഞ്ഞതിനു ശേഷം ഭോജരാജൻ സിംഹാസനാരോഹണത്തിനായി വീണ്ടും സുവർണ സിംഹാസനത്തിന്റെ പടികളിൽ എത്തി. അന്ന് തലേനാളത്തെക്കാൾ കാഴ്ചക്കാർ കൂടുതൽ ഉണ്ടായിരുന്നു. തലേനാൾ സംഭവിച്ച അത്ഭുതങ്ങൾ പറഞ്ഞുകേട്ട ആളുകൾ അനവധി ഒത്തുകൂടിയിരുന്നു. ആദ്യത്തെ പടിയിൽ കാലെടുത്തു വച്ചപ്പോൾ പ്രതിമ തടയുമെന്നു കരുതിയെങ്കിലും അതുണ്ടായില്ല. പക്ഷേ രണ്ടാമത്തെ പടിയിൽ കാലെടുത്തു വച്ചപ്പോൾ അവിടെ കാവൽ നിന്നിരുന്ന പ്രതിമ പെട്ടെന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. അങ്ങ് വീണ്ടും സിംഹാസനത്തിലേറാൻ വന്നുവോ? അത്ഭുതം തന്നെ. ഇന്നലത്തെ കഥ കേട്ടിട്ടും അങ്ങേക്ക് വീണ്ടുവിചാരം ഇല്ലെന്നോ? വീരശൂരനും അതീവ ബുദ്ധിമാനും ആയ വിക്രമാദിത്യ മഹാരാജാവിന്റെ ചരിത്രം ഇനിയും അങ്ങേക്ക് അറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇതുകേട്ട് വിക്രമാദിത്യൻ പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങളുടെ മഹാരാജാവ് വിക്രമാദിത്യനെ കുറിച്ച് കൂടുതൽ അറിയുക തന്നെ വേണം. പ്രതിമ പറഞ്ഞു തുടങ്ങി. എന്റെ പേര് ചിത്രരേഖ എന്നാണ്. വിക്രമാദിത്യ മഹാരാജാവിന്റെ അനവധി വീരകഥകളിൽ വളരെ കുറച്ചു മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ. അറിയുന്നത് ഞാൻ പറയാം. വിക്രമാദിത്യനും ഭട്ടിയും ജനോപകാരപ്രദമായി നാടുഭരിച്ചിരുന്ന കാലത്ത് ജ്ഞാനശീലൻ എന്നു പേരുള്ള ജടയും മുടിയും നീട്ടി വളർത്തിയ ഒരു സാധു ഇടയ്ക്കിടെ കൊട്ടാരത്തിൽ സന്ദർശകനായി വരാറുണ്ടായിരുന്നു. വരുമ്പോഴെല്ലാം അദ്ദേഹം രാജാവിന് ഒരു മാതളപ്പഴം കാണിക്കയായി നൽകാറുണ്ടായിരുന്നു. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ പോവുകയും ചെയ്യുമായിരുന്നു. കുറേക്കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ അദ്ദേഹം വന്നപ്പോൾ താൻ നൽകിയ മാതളപ്പഴങ്ങൾ എന്തു ചെയ്തു എന്ന് രാജാവിനോട് ചോദിച്ചു. അതെല്ലാം സൂക്ഷിച്ചുവച്ചിട്ടുണ്ടെന്ന് രാജാവ് മറുപടി പറഞ്ഞു. എങ്കിൽ അതിൽ ഒരെണ്ണം എടുത്തുകൊണ്ടുവരുവാൻ ജ്ഞാനശീലൻ ആവശ്യപ്പെട്ടു. ഉടനെ രാജസേവകരിൽ ഒരാൾ അകത്തേക്ക് പോയി ആ പഴങ്ങൾ മൊത്തത്തിൽ എടുത്തുകൊണ്ടുവന്നു. അതിൽ പലതും തൊലിച്ചുളിഞ്ഞ് കേടുവന്നു തുടങ്ങിയിരുന്നു. ജ്ഞാനശീലൻ അതിൽ ഒരെണ്ണം എടുത്തു നടുവേ മുറിച്ചു. പൊടുന്നനെ അതിൽ നിന്നും കുറെ രത്നമണികൾ പുറത്തേക്ക് ഊർന്നു വീണു. രാജാവിന് ആശ്ചര്യമായി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് രാജാവ് ചോദിച്ചു. ജ്ഞാനശീലൻ പറഞ്ഞു, ഇതെന്റെ തപശക്തി കൊണ്ട് ഞാൻ നേടിയെടുത്ത സിദ്ധിയാണ്. വർഷങ്ങൾ നീണ്ട തപസ്സിലാണ് താനെന്നും കൃഷ്ണനദിയുടെ തീരത്തുള്ള തനകവനത്തിലാണ് തന്റെ ആശ്രമം എന്നും അദ്ദേഹം പറഞ്ഞു. പഴങ്ങളിൽ മുത്തു വിളയിക്കാനുള്ള തന്റെ കഴിവ് രാജ്യത്തിനുവേണ്ടി ഉപയോഗിക്കണമെന്നു തനിക്ക് ആഗ്രഹമുണ്ടെന്നും അതിനാൽ തന്റെ പൂജയുടെ പരിസരമാപ്തി ദിവസം വിക്രമാദിത്യ മഹാരാജാവിന്റെ സാന്നിധ്യം തന്റെ ആശ്രമത്തിൽ ഉണ്ടാകണമെന്നും ജ്ഞാനശീലൻ അഭ്യർത്ഥിച്ചു. രാജാവ് സമ്മതം അറിയിക്കുകയും വരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പറഞ്ഞ ദിവസം വിക്രമാദിത്യൻ ജ്ഞാനശീലൻ പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു കൊടും കാടായിരുന്നു ആ പ്രദേശം. മൃഗങ്ങൾ പോലും കടന്നു ചെല്ലാൻ ഭയക്കുന്ന ഭയാനകമായ ഒരു കാട്ടുപ്രദേശമായിരുന്നു അത്. വിക്രമാദിത്യനെ സ്വീകരിച്ചിരുത്തിയ ശേഷം ജ്ഞാനശീലൻ തനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് വിക്രമാദിത്യനോട് അപേക്ഷിച്ചു. ജ്ഞാനശീലൻ പറഞ്ഞു, ഇവിടെ നിന്നും കുറച്ചു നാഴികകൾ അകലെ ചതുർവനം എന്ന സ്ഥലത്ത് ഒരു മുരിക്കുമരമുണ്ട്. അതിൽ തലകീഴായി കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തെ കാണാം. വേതാളം എന്നാണ് അതിന്റെ പേര്. ആ വേതാളത്തെ ഇവിടെ എത്തിക്കണം. ഈ ഭൂമിയിൽ അങ്ങേക്കല്ലാതെ വേറൊരാൾക്കും അത് സാധ്യമല്ല. ആ താപസനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും വിക്രമാദിത്യന് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങിയിരുന്നു. എങ്കിലും എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം എന്ന വിചാരത്തോടെ വിക്രമാദിത്യൻ വാളും കയ്യിൽ ഏന്തി ചതുർവനം ലക്ഷ്യമാക്കി നടന്നു. ചതുർവനം എത്തിയപ്പോൾ ജ്ഞാനശീലൻ പറഞ്ഞതുപോലെ മുരുക്കും മരവും അതിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെയും കണ്ടു. വിക്രമാദിത്യൻ ആ ശരീരത്തെ മരത്തിൽ നിന്നെടുത്ത് തന്റെ തോളത്തു കിടത്തി നടക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് തന്റെ ഇടതുകാതിന് അടുത്ത് ഒരു സ്വരം കേട്ടു. എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അത് വേതാളമാണ് സംസാരിക്കുന്നതെന്ന് വിക്രമാദിത്യന് മനസ്സിലായി. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു, ജ്ഞാനശീലൻ എന്ന പേരുള്ള ഒരു സിദ്ധൻ പറഞ്ഞതനുസരിച്ച് ആണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. വേതാളം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരില്ല. പക്ഷേ എനിക്ക് നിന്നെ കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വാക്ക് കൊടുത്തുപോയി. വിക്രമാദിത്യൻ പറഞ്ഞു, ഓ അങ്ങനെയോ? എങ്കിൽ ഒരു നിബന്ധനയുണ്ട്.
വേതാളം പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ ആ ക്ഷണം നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കും. സമ്മതമാണോ? വിക്രമാദിത്യൻ സമ്മതിച്ചു. വേതാളത്തെ കൊണ്ടുപോകണമെങ്കിൽ വേറെ വഴിയില്ലായിരുന്നു. വേതാളം പറഞ്ഞു തുടങ്ങി.